ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എപ്പീസിയ പ്ലാന്റിൻ്റെ കെയറിങ്, അതിൻ്റെ പ്രൊപ്പഗേഷൻ, അതിൻ്റെ പോട്ടിംഗ് മെത്തേഡ് ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഈ എപ്പീസിയ പ്ലാന്റിൻ്റെ പ്രത്യേകത ഇലയും പൂക്കളും രണ്ടും ഒരുപോലെ ഭംഗിയുള്ളവയായിരിക്കും. എപ്പീസിയ പ്ലാന്റ് പൂക്കളിനെ കാട്ടി കൂടുതൽ ഭംഗി ഇലയ്ക്കാണ്. മിക്ക പ്ലാന്റിനും ഇലയ്ക്കാണ് നമുക്ക് ഭംഗി കൂടുതലായിട്ട് തോന്നുന്നത്. മിക്ക വെറൈറ്റിയുടെയും പൂക്കൾക്ക് ഏകദേശം ഒരേ കളറായിരിക്കും, പക്ഷേ അതിൻ്റെ ഇലയ്ക്ക് നല്ല വ്യത്യാസം വരും. മിക്ക പൂക്കളും റെഡായിരിക്കും, പിന്നെ ചില വെറൈറ്റിയേ ഉള്ളൂ മഞ്ഞയും വെള്ളയും ക്രീമും ഒക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ കൂടുതലും റെഡ് പൂക്കളും വെറൈറ്റി ആയിട്ടുള്ള ലീഫും വരുന്നതായിരിക്കും എപ്പീസിയ പ്ലാന്റുകളും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അധികം വെയിൽ വേണ്ട, അധികം വെള്ളം വേണ്ട, പിന്നെ ചെറിയ ആഴം കുറഞ്ഞ ചെറിയ ചട്ടിയിൽ വെച്ചാൽ മതി. ഒരു കുഞ്ഞു തൈ നട്ടാൽ മതി. ഇത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പം ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടെ തുല്യ അളവിലെടുക്കണം. വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണം. കാരണം എപ്പീസിയ പ്ലാന്റ് നടുമ്പം എപ്പീസിയ പ്ലാന്റിന് വെള്ളം കുറച്ച് മതിയായതുകൊണ്ട് വെള്ളം ഒട്ടും കെട്ടി നിൽക്കാത്ത ഒരു പോട്ടി മിക്സ് വേണം തയ്യാറാക്കാൻ. അതുപോലെ ആഴം കുറഞ്ഞ ചട്ടിയും ആയിരിക്കണം. നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി പ്ലാന്റ് തിരഞ്ഞെടുക്കുമ്പം നമ്മൾ ഈ പ്ലാന്റിനകത്ത് ഇതുപോലെ തൂങ്ങിക്കിടക്കുന്ന വള്ളി വന്ന് തൂങ്ങിക്കിടക്കുന്ന ഇതുപോലുള്ളത് കട്ട് ചെയ്തെടുത്ത് അത് നമുക്ക് പോട്ടി മിക്സിനകത്ത് നട്ട് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മദർ പ്ലാന്റിനകത്തുനിന്ന് വേരോട് കൂടിയ പ്ലാന്റ് എടുത്ത് ചെറിയൊരു പ്ലാന്റ് എടുത്ത് വേരുള്ള പ്ലാന്റ് എടുത്ത് അതും നട്ടുവെക്കാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം. ഇതുപോലെ ഒരു തൈ എടുത്ത് വേരുള്ള പ്ലാന്റ് ആകുമ്പം പെട്ടെന്ന് അത് പിടിച്ച് കിട്ടും. പിന്നെ അല്ല നമ്മൾ വള്ളിക്കകത്തുനിന്ന് എടുത്ത് വെക്കുന്നതാണെങ്കിൽ പിന്നെ അതൊന്ന് വേര് പിടിച്ച് വരണം. ഇതാകുമ്പം പെട്ടെന്ന് വേര് പിടിച്ച് പ്ലാന്റ് ഒന്ന് നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. ഇതുപോലെ വേര് ഉള്ള പ്ലാന്റ് നട്ടിട്ട് പിന്നെ നമ്മൾ വള്ളിയുള്ള പ്ലാന്റാണ് നടുന്നതെങ്കിൽ അത് ഒരു ചട്ടിയിൽ ഒരു 3-4 പ്ലാന്റ് നമ്മൾ നടണം. 3-4 പ്ലാന്റ് നടുമ്പം പെട്ടെന്ന് പ്ലാന്റ് വളർന്ന് നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരും. ഒരു പ്ലാന്റ് മാത്രം നട്ടാൽ അത് വളർന്ന് പ്ലാന്റ് ഒന്ന് ബുഷി ആവാനായിട്ട് കുറച്ച് താമസം എടുക്കും. ഒരു 2-3 പ്ലാന്റുകൾ ഒരുമിച്ച് ഒരു ചട്ടിയിൽ 4 സൈഡിലായിട്ട് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് അത് പ്ലാന്റ് വളർന്ന് നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. എന്നിട്ട് അത് കാണാനും നല്ലൊരു ഭംഗിയായിട്ട് വരും. പെട്ടെന്ന് ഫ്ലവറും ആവും. അതുകൊണ്ട് പ്ലാന്റ് നടുമ്പം ഒരു ചട്ടിയിൽ ഒരു 3-4 പ്ലാന്റ് ഒരുമിച്ച് നടാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പീസിയ പ്ലാന്റിന് സാധാരണ വെയിൽ കുറവ് മതി. അതുകൊണ്ട് നമുക്ക് ഷെയ്ഡിലൊക്കെ ഹാങ്ങിങ് പ്ലാന്റായിട്ട് സെറ്റ് ചെയ്തിടാം. അധികം ഒരുപാട് വെയിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് വെയിൽ കൊണ്ട് കരിഞ്ഞ് അങ്ങും ഇങ്ങുമൊക്കെ ഒരുമാതിരി കരിഞ്ഞ് പൊള്ളി നിൽക്കുന്നോണം തോന്നും. അതുകൊണ്ട് പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വെയിൽ കിട്ടാത്ത എങ്കിലും അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം പ്ലാന്റ് ഹാങ് ചെയ്തിടാനായിട്ട്. എപ്പീസിയ പ്ലാന്റ് നനയ്ക്കുമ്പം നമ്മൾ ഒരുപാട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം നല്ല രീതിയിൽ നനച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് നനച്ചാൽ മതി. കാര്യം ഇവർക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പോട്ടി മിക്സ് തയ്യാറാക്കുമ്പം നല്ല രീതിയിൽ അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടി മതി, ഒരുപാട് ചാണകപ്പൊടി വേണ്ട. കാര്യം ഇതിൻ്റെ വേര് ഒരുപാട് ആഴത്തിലിറങ്ങാത്തത് കൊണ്ട് ഇവർക്ക് കുറച്ച് വളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പം ചേർക്കുന്ന വളത്തിനെ കൂടാതെ പിന്നെ ഇത് വളർന്ന് വന്നു കഴിയുമ്പം നമ്മൾ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ മതി. ചാണകത്തെളിയോ അല്ലെങ്കിൽ നമ്മൾ വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച തെളിയോ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളങ്ങൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ പഴത്തൊലിയിട്ട് തിളപ്പിച്ച വെള്ളം ആറിക്കഴിയുമ്പം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ ഇവർക്ക് രാസവളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. സാധാ നാടൻ വളങ്ങൾ കൊടുത്താൽ മതി. വളമൊന്നും കൊടുത്തില്ലെങ്കിലും ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുണ്ടായിക്കോളും. നമ്മളൊരു 10 ചട്ടിയിൽ 10 കളർ എപ്പീസിയ പ്ലാന്റ് നട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ വലിയ കെയറിങ് ഒന്നും കൊടുക്കാതെ എന്നും നല്ല രീതിയിൽ പൂക്കളുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടി എപ്പീസിയ പ്ലാന്റ്. സാധാരണ ഫ്ലവറിങ് പ്ലാന്റ്സ് നല്ല വെയിലുള്ളിടത്ത് മാത്രമേ നല്ല രീതിയിൽ പൂക്കളുണ്ടാകത്തുള്ളൂ. അന്നേരം ഈ എപ്പീസിയ പ്ലാന്റ് ആണെങ്കിൽ വെയിലില്ലെങ്കിലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കും.
ഒരുപാട് മഴയുള്ള സമയങ്ങളിൽ എപ്പീസിയ പ്ലാന്റിനെ ഒരുപാട് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാതെ മഴ കൊള്ളാതെ കുറച്ച് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നിൽക്കും. ഒരുപാട് മഴ കൊണ്ട പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പീസിയ പ്ലാന്റ് വളർത്തുന്നവർ പ്ലാന്റിനെ ഒരുപാട് മഴയുള്ള സമയത്ത് മഴ കൊള്ളാതെ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് എപ്പീസിയ പ്ലാന്റിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്